എഡ്, ബി എഡ് എന്നീ വിഭാഗങ്ങൾക്ക് ഉള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ടീം അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ടീം നമ്പർ 1, ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. നിങ്ങളുടെ പേരും? I am Priya Bichu from class 11. I am Civil Savior from class 12. Team 2. I am Abin Baby from 11th. I am Vilna Baby from class 11th. I am Sister Meenu Joy, DLED. I am Mary Sonia, DLED. I am Sister Vincy, D.Ed. I am Sister Soumya Grace, DEd. I am Elsa Rose, class 11. I am Sia Chichi, class 11. ഓക്കെ, എല്ലാവർക്കും ഈ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം. ക്വിസ് കോമ്പറ്റീഷന് 6 റൗണ്ടുകളാണ് ഉള്ളത്. ഓരോ റൗണ്ടിനും വേണ്ട നിർദ്ദേശങ്ങൾ അതാത് റൗണ്ടിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് നൽകുന്നതാണ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തടുത്തുള്ള 2 റൗണ്ടുകളിൽ ഉത്തരം പറയാൻ സാധിക്കാതെ വരികയോ പറയുന്ന ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ അതിനാൽ തന്നെ പിന്നീടുള്ള റൗണ്ടുകളിലേക്ക് മത്സരിക്കാൻ ആ ടീമിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ട്, ചലഞ്ചേഴ്സ് റൗണ്ട്. വെൽക്കം ടു ചലഞ്ചേഴ്സ് റൗണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റൗണ്ടാണ് ചലഞ്ചേഴ്സ് റൗണ്ട്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ഉത്തരമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ചലഞ്ച്. ഓരോ ക്വസ്റ്റ്യനും 100 പോയിന്റ്സ് വീതം നിങ്ങൾക്ക് ലഭിക്കും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. The first question goes to team number 1, gift of wisdom. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്: അലസത എന്താണ് വളർത്തുന്നത്? ഓപ്ഷൻസ്: തിന്മകൾ, രോഗങ്ങൾ, ഉറക്കം, പാപം. തിന്മകൾ. ഉത്തരം കറക്റ്റ് ആണ്, തിന്മകൾ. ടീം നമ്പർ 1 ലഭിക്കുന്നു 100 പോയിന്റ്സ്. The second question goes to team number 2, gift of counsel. Your question: സ്വർണത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് സ്വർണം എന്തായി ഭവിക്കും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: മരണം, കുടുക്ക്, കെണി, ജീവൻ. കുടുക്ക്. ഉത്തരം തെറ്റാണ്, കെണി എന്നുള്ളതാണ് ഉത്തരം. The third question goes to group number 3. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൊതിയുള്ളതായി എന്താണ് ഉള്ളത്? ഓപ്ഷൻസ്: ആലോചന, കണ്ണ്, നാവ്, മനസ്സ്. ഉത്തരം പറയാം. കണ്ണ്. ഉത്തരം കറക്റ്റ് ആണ്, കണ്ണ്. ടീം 3 ലഭിക്കുന്നു 100 പോയിന്റ്സ്. The fourth question goes to team number 4, gift of piety. നിങ്ങളുടെ ചോദ്യം: ആരുടെ കൽപ്പനകൾ അനുസരിച്ച് വേണം ധനം നേടാൻ? ഓപ്ഷൻസ്: കർത്താവിന്റെ, മോശയുടെ, ദൈവത്തിന്റെ, അത്യുന്നതന്റെ. അത്യുന്നതന്റെ. കറക്റ്റ് ആൻസർ, അത്യുന്നതന്റെ. ടീം 4 ലഭിക്കുന്നു 100 പോയിന്റ്സ്. അഞ്ചാമത്തെ ചോദ്യം ടീം നമ്പർ 5നോടാണ്. യുവർ ക്വസ്റ്റ്യൻ: അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് എന്താണ് അവഗണിക്കേണ്ടത്? ഓപ്ഷൻസ്: മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ, ശത്രുക്കളെ, വേദനകളെ. മറ്റുള്ളവരുടെ പരിഹാസങ്ങളെ. ഉത്തരം തെറ്റാണ്, ശരി ഉത്തരം മറ്റുള്ളവരുടെ കുറ്റങ്ങളെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ചലഞ്ചേഴ്സ് റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ചലഞ്ചേഴ്സ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ സ്കോർ നില ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം നേടിയിരിക്കുന്നു 100 പോയിന്റ്സ്. ടീം നമ്പർ 2
സാധിച്ചില്ല. ടീം നമ്പർ 3 ഗിഫ്റ്റ് ഓഫ് നോളജ് നേടിയിരിക്കുന്നു 100 പോയിന്റ്സ്. ടീം നമ്പർ 4 ഗിഫ്റ്റ് ഓഫ് പൈറ്റി നേടിയിരിക്കുന്നു 100 പോയിന്റ്സ്. ടീം 5 ഗിഫ്റ്റ് ഓഫ് ഹീലിംഗിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വെൽക്കം ടു പസിൽ റൗണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു വചനം നിങ്ങളോട് പറയും, അത് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തണം. അതാണ് ഈ റൗണ്ടിൽ നിങ്ങൾക്കുള്ള ടാസ്ക്. ഇവിടെ ഓരോ ശരിയുത്തരത്തിനും നിങ്ങൾക്ക് 100 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. 10 സെക്കൻഡാണ് ഉത്തരം പറയാൻ നിങ്ങൾക്കുള്ളത്. Now the first question goes to team 2 gift of counsel. ചോദ്യം: നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കും. ആരുടെ വാക്കുകളാണിത്? ദൂതന്റെ. ഉത്തരം ശരിയാണ്, ദൂതന്റെ വാക്കുകളാണ്. Now the next question goes to team number 3. ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? ഇങ്ങനെ ചിന്തിച്ചത് ആരാണ്? നിയമജ്ഞരും ഫരിസേയരും. ഉത്തരം ശരിയാണ്, നിയമജ്ഞരും ഫരിസേയരുമാണ് ഇത്തരത്തിൽ ചിന്തിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ടീം നമ്പർ 4നോടാണ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു സിനഗോഗ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ്? സേവകന്റെ. ഉത്തരം തെറ്റാണ്, യഹൂദ പ്രമാണികളുടെ വാക്കുകളാണ്. ചോദ്യം ടീം നമ്പർ 5നോടാണ്. ഇവൻ പ്രവാചകൻ ആണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു. ഇവൾ ഒരു പാപിനിയാണല്ലോ. ഇത് ആരുടെ വാക്കുകളാണ്? ശിമയോന്റെ. ഉത്തരം തെറ്റാണ്, ഫരിസേയന്റേതായിരുന്നു ആ വാക്കുകൾ. Now the next question goes to team number 1 gift of wisdom. എനിക്ക് ഒരു സമ്മാനം വേണം, നീ എന്നെ വരണ്ട നെഗബിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവകൾ തരണം. ആരുടെ വാക്കുകളാണിത്? അക്സായുടെ. ഉത്തരം ശരിയാണ്, അക്സായുടെ വാക്കുകളാണ്. പസിൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. പോയിന്റ് നില നമുക്കിപ്പോൾ കാണാവുന്നതാണ്. പസിൽ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ ടീം 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം 100 പോയിന്റ്സ് നേടിയിട്ടുണ്ട്. ടീം നമ്പർ 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ 100 പോയിന്റ്സ്. Team number 3 gift of knowledge 100 points. Team number 4 0 point and team number 5 0 point. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അടുത്തടുത്ത് വരുന്ന 2 റൗണ്ടുകളിൽ ഉത്തരം പറയാൻ സാധിക്കാതെ വരികയോ പറഞ്ഞ ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ അതിനാൽ തന്നെ ആ ടീമുകൾക്ക് പിന്നീടുള്ള റൗണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ടീം 5 2 റൗണ്ടുകളിലും ഉത്തരം പറഞ്ഞിട്ടില്ല. ടീം 5 എലിമിനേറ്റ് ആയി പോവുകയാണ്. ഓഡിയൻസിന്റെ അടുത്തേക്ക് പോകാം. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. ഈ റൗണ്ടിന്റെ പേര് സാന്തോസ് റൗണ്ട് എന്നാണ്. വെൽക്കം ടു സാന്തോസ് റൗണ്ട്. സെലീനാമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാർമലിന്റെ സുഗന്ധം എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-2 വാക്കുകളിൽ മാത്രം ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി. 10 സെക്കൻഡുകളാണ് ഉത്തരങ്ങൾ പറയാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ ഉത്തരത്തിനും 100 പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. Now the first question goes to team number 3. സെലീനാമ്മ സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം ഏതാണ്? 1983. ഉത്തരം പൂർണ്ണമായും ശരിയാണ്, 1983. Now the next question goes to team number 4 gift of piety. 1970-ൽ
സെലീനാമ റോമിലേക്ക് പോയത് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതിൽ ഒന്ന് UISG മീറ്റിംഗ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? സെയിന്റ് തെരേസ ഓഫ് ആവിലയുടെ ഡോക്ടർ ഓഫ് ദി ചർച്ച് അതിന്റെ ചടങ്ങിനായിട്ട്. ഉത്തരം ശരിയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യായുടെ വേദപാരംഗത പ്രഖ്യാപന ചടങ്ങിന് വേണ്ടിയാണ് സെലീനാമ റോമിലേക്ക് പോയ രണ്ടാമത്തെ കാര്യം അതായിരുന്നു. Now the next question goes to team number 1, gift of wisdom. സെലീനാമ കർമ്മലീത്ത സഭാവസ്ത്രം സ്വീകരിച്ചത് ആരിൽ നിന്നാണ്? ടീം നമ്പർ 1 ഉത്തരം അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെലീനാമ കർമ്മലീത്ത സഭാവസ്ത്രം സ്വീകരിച്ചത് വികാരി ജനറൽ ബഹുമാനപ്പെട്ട തോമാച്ചൻ നെടുങ്കല്ലയിൽ നിന്നാണ്. Now the next question goes to team number 2. സാൻചോ ഭവന്റെ ഉദ്ഘാടനം നടന്ന വർഷം ഏത്? 2018. ഉത്തരം തെറ്റാണ്. സാൻചോ ഭവന്റെ ഉദ്ഘാടനം നടന്നത് 1974-ലാണ്. പോയിന്റ് നില നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം 0 പോയിന്റ്. ടീം നമ്പർ 2 ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ 0 point. Team number 3 gift of knowledge 100 points. Team number 4 gift of piety 100 points. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വാശിയേറിയ 3 റൗണ്ടുകൾക്ക് ശേഷം നാം 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ റൗണ്ട് പാസ് ഔട്ട് റൗണ്ട് ആണ്. സോ വെൽക്കം ടു പാസ് ഔട്ട് റൗണ്ട്. ഈ റൗണ്ടിന്റെ പ്രത്യേകത ഇതാണ്. ഒരു ഗ്രൂപ്പിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഗ്രൂപ്പിന് പറയാൻ സാധിക്കാതെ വരികയോ പറയുന്ന ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ ആ ചോദ്യം അടുത്ത ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് ഒരു ചോദ്യത്തിനുള്ളത് 100 മാർക്കാണ്. പാസ് ചെയ്യുന്നതിനനുസരിച്ച് 10 മാർക്ക് വീതം കുറയും. പിന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ അടുത്തടുത്തുള്ള 2 റൗണ്ടുകളിൽ ഉത്തരം പറയാൻ സാധിക്കാതെ വരികയോ പറയുന്ന ഉത്തരം തെറ്റിപ്പോവുകയോ ചെയ്താൽ നാം എലിമിനേറ്റഡ് ആയി പോകും എന്ന് പറഞ്ഞിരുന്നു. ഈ പാസ് ഔട്ട് റൗണ്ടിൽ പാസ് ചെയ്തു വരുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞാലും നിങ്ങളുടെ ഗ്രൂപ്പിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല എങ്കിൽ അത് എലിമിനേഷൻ റൗണ്ടുകളിലെ ഒന്നായി കണക്കാക്കപ്പെടും. അപ്പൊ നമുക്ക് പാസ് ഔട്ട് റൗണ്ടിലേക്ക് കടക്കാം. So the first question goes to team number 4, gift of piety. നിങ്ങളുടെ ചോദ്യം ഇതാണ്: എത്ര കാലമാണ് കർത്താവിൽ നിന്ന് തങ്ങൾക്ക് അകന്നിരിക്കേണ്ടി വരുന്നതെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? അറിയില്ല. ചോദ്യം ടീം നമ്പർ 1ലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. അറിയില്ല. ചോദ്യം ടീം നമ്പർ 2ലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ടീം നമ്പർ 3ലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. അറിയില്ല. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഉത്തരം ഇതാണ്: ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം, ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് തങ്ങൾക്ക് അകന്നിരിക്കേണ്ടി വരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഓക്കെ, the second question goes to team number 1, gift of wisdom. ചോദ്യം ഇതാണ്: ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നത് എവിടെ വെച്ചാണ്? ടീം നമ്പർ 1നോടുള്ള ചോദ്യമാണ്. ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പറയാം. ഉത്തരം തെറ്റാണ്. ക്വസ്റ്റ്യൻ ടീം നമ്പർ 2ലേക്ക് പാസ് ചെയ്യപ്പെടുന്നു.
ഓക്കെ, ക്വസ്റ്റ്യൻ ടി നമ്പർ 3 പാസ് ചെയ്യുന്നു. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുന്നിൽ ഉത്തരം തെറ്റാണ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം, ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെച്ചാണ്. തേർഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു ടി നമ്പർ 2, ഗിഫ്റ്റ് ഓഫ് കൗൺസിൽ. യുവർ ക്വസ്റ്റ്യൻ: ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഇതിന് സമാനമായ വചനഭാഗം ഏത്? അറിയില്ല. ക്വസ്റ്റ്യൻ തേർഡ് ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു. അറിയില്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് ടി നമ്പർ 4. അറിയില്ല. നെക്സ്റ്റ് ഗ്രൂപ്പ് ടി നമ്പർ 1. അറിയില്ല. ഉത്തരം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 8-ാം തിരുവചനം. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നതിന് സമാനമായ വചനഭാഗം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 8-ാം തിരുവചനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം നമ്പർ 3 തന്നെയുള്ളതാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലായും ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പൗലോസ് ലേഖ ഉദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ്? Paulos, Silvanus, Timotheus. ടി നമ്പർ 3 പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. പൗലോസും സിൽവാനോസും തിമോത്തിയോസും കറക്റ്റ് ആൻസർ ആണ്. സോ ടി നമ്പർ 3 ലഭിക്കുന്ന 100 പോയിന്റ്സ്. പാസ് ഓൺ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. നമുക്ക് സ്കോർ ബോർഡ് കാണാം. ടീം നമ്പർ 1 സ്കോറുകളൊന്നും നേടിയിട്ടില്ല. ടീം നമ്പർ 2 സ്കോറുകളൊന്നും നേടിയിട്ടില്ല. ടീം നമ്പർ 3 ലഭിച്ചിരിക്കുന്നു 100 പോയിന്റ്സ്. ടീം നമ്പർ 4 സ്കോറുകളൊന്നും നേടിയിട്ടില്ല. നമുക്ക് എലിമിനേഷൻ ഉണ്ട്. ടീം നമ്പർ 1 ടീം നമ്പർ 2 അടുത്തടുത്തുള്ള 2 റൗണ്ടുകളിൽ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടീം നമ്പർ 1 ടീം നമ്പർ 2 എലിമിനേറ്റഡ്. ഏറെ പ്രതീക്ഷയോടെ 5ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. 5ാമത്തെ റൗണ്ടിന്റെ പേര് ഗസ് റൗണ്ട് എന്നാണ്. വെൽക്കം ടു ഗസ് റൗണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ടി നമ്പർ 3. റൂബന്റെ ഓഹരിയിൽ പെടാത്ത സ്ഥലം ഏത്? ഓപ്ഷൻസ്: ഹെഷ്ബോൺ, മെഫാത്ത്, ആരോവ്, സുക്കോ. ഉത്തരം പറയാവുന്നതാണ്. മെഫാത്ത്. മെഫാത്ത് തെറ്റായ ഉത്തരമാണ്. കറക്റ്റ് ആൻസർ സുക്കോത്ത്. സുക്കോത്താണ് കൃത്യമായിട്ടുള്ള ഉത്തരം. Then the second question goes to T number 4. ജോർദാന് സമീപം ബലിപീഠം പണിത ഗോത്രങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻസ്: റൂബൻ, ഗാദ്, യൂദ, മനാസയുടെ അർദ്ധഗോത്രം. യൂദ. ഉത്തരം ശരിയാണ്, യൂദ. ടീം 4 ലഭിക്കുന്നു 100 പോയിന്റ്സ്. ഗസ്റ്റ് റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് സ്കോർ ബോർഡ് ഒന്ന് കാണാം. ടീം 3 ഉത്തരങ്ങളൊന്നും പറയാൻ സാധിച്ചില്ല. ടീം 4 ഗിഫ്റ്റ് ഓഫ് ഫൈറ്റ് നേടിയിരിക്കുന്നു 100 പോയിന്റ്സ്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ബിബിഎസ് സാങ്ക്ടിറ്റ മെഗാ ക്വിസ് 2K23യുടെ സമാപന റൗണ്ടിലേക്ക് കാറ്റഗറി 3 പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഞൊടിയിടയിൽ ഉത്തരം പറയേണ്ട ഒരു റൗണ്ടാണിത്. അതുകൊണ്ടാണ് ഈ റൗണ്ടിന് റാപ്പിഡ് ഫയർ റൗണ്ട് എന്ന് പേര് നൽകിയിരിക്കുന്നത്. സോ വെൽക്കം ടു റാപ്പിഡ് ഫയർ റൗണ്ട്.
റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ നോട്ട് എടുക്കും, അതിനനുസരിച്ച് ചോദ്യങ്ങൾ ഇവിടെ കവറിൽ റെഡിയാണ്. ടീം നമ്പർ 4 നോട്ട് എടുക്കാവുന്നതാണ്. ടീം നമ്പർ 4 ലഭിച്ചിരിക്കുന്ന കളർ യെല്ലോ ആണ്. ഓരോ ചോദ്യത്തിനും 100 പോയിന്റുകളാണ് ലഭിക്കുന്നത്. 5 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. 5 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ 500 പോയിന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആരുടെ വിവേകമാണ് സുദൃഢമായത്? സഭാവസ്ത്ര സ്വീകരണ ദിനം സെലീനാമ സ്വീകരിച്ച നാമത്തിന്റെ പൂർണ്ണ രൂപം? ഉണ്ണീശോയുടെ സിസ്റ്റർ മേരി സെലിൻ. ലൂക്കാ സുവിശേഷകൻ ജനിച്ചത് എവിടെയാണ്? ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കപ്പെടുമ്പോഴും ആന്തരിക മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? ജീവൻ പ്രാപിക്കുന്നു. ജോഷുവ 13-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ അമോര്യരുടെ അതിർത്തിയായി പ്രതിപാദിക്കുന്ന സ്ഥലം ഏത്? റാപ്പിഡ് ഫയർ റൗണ്ട്. ഇവിടെ റാപ്പിഡ് ഫയർ റൗണ്ടിൽ ടീം 4 5 ചോദ്യങ്ങളിൽ 1 ചോദ്യത്തിന് മാത്രമാണ് ശരിയുത്തരം നൽകിയിരിക്കുന്നത്. സോ ടീം 4-ന് 100 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. അടുത്തത് ടീം 3 ആണ് ലോട്ട് എടുക്കുന്നത്. ടീം 3ക്ക് റെഡ് കളറാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണ് പലതും കണ്ടില്ലെന്ന് നടിക്കുന്നത്? സെലീനാമയുടെ സഭാവസ്ത്ര സ്വീകരണം നടന്ന വർഷം? 1933. ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ചത് ആരാണ്? സ്നാപക യോഹൻ. ക്ലേശങ്ങളുടെ ഫലം എന്ത്? ഗാസ, അഷ്തോദ്, അഷ്കലോൺ, ഗത്ത്, എക്രോൺ എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് ഏത് രാജാക്കന്മാരായിരുന്നു? അമോരി രാജാക്കന്മാർ. റാപ്പിഡ് ഫയർ റൗണ്ടിൽ ടീം 3 5 ഉത്തരങ്ങളും തെറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ടീം 3ക്ക് പോയിന്റ്സ് ലഭിക്കുന്നില്ല. കാറ്റഗറി 3ക്ക് വേണ്ടിയുള്ള വളരെ രസകരവും മനോഹരവുമായ 6 റൗണ്ടുകളും ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ ടീം അംഗങ്ങളും വളരെ മനോഹരമായി മത്സരങ്ങളിൽ പങ്കെടുത്തു. നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ടിന്റെ സ്കോർ നില കാണാവുന്നതാണ്. ടീം നമ്പർ 3 റാപ്പിഡ് ഫയർ റൗണ്ടിൽ പോയിന്റ്സ് ലഭിക്കുന്നില്ല. ടീം നമ്പർ 4 100 പോയിന്റ്സ്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. റാപ്പിഡ് ഫയർ റൗണ്ടിൽ ടീം 3യും ടീം 4ഉം ഒരുപോലെ ഒരേ സ്കോറിലാണ് എത്തിയിരിക്കുന്നത്. ടോട്ടൽ സ്കോർ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ഒരു ടീമിനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് റാപ്പിഡ് ഫയർ റൗണ്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ടീം 4 ലോട്ട് എടുക്കും. ടീം 4ന് ഗ്രീൻ കളറാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നത്? മൂടൻ. സെലീനാമയുടെ നോവിഷ്യേറ്റ് നടന്നത് എവിടെ? കൂനമാവ്. ഗലീലയിൽ വെച്ച് യേശു ഏറ്റവും ആദ്യം ചെയ്തതായി ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തുന്നത് എന്ത്? കുഷ്ഠരോഗി. മൺപാത്രങ്ങളിൽ ലഭിച്ചിട്ടുള്ള നിധി എന്താണ് വെളിപ്പെടുത്തുന്നത്? അർബ ആരുടെ പിതാവാണ്? അനാക്കിമിന്റെ. റാപ്പിഡ് ഫയർ റൗണ്ടിൽ വീണ്ടും ടീം 4 3 ചോദ്യങ്ങൾക്കാണ് ശരിയുത്തരം പറഞ്ഞിരിക്കുന്നത്. പോയിന്റ്സ് ആണ് ടീം 4 ലഭിക്കുന്നത്. അടുത്തത് ടീം 3യോടുള്ള ചോദ്യമാണ്. ടീം 3 പിങ്ക് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രഹസ്യം പാലിക്കാത്തവന് നഷ്ടപ്പെടുന്നത് എന്ത്? വിശ്വസ്തത. സെലീനാമയ്ക്ക് മാമോദീസ നൽകിയ വൈദികന്റെ പേര്? ഫാദർ ഔസേബ് കട്ടിക്കാരൻ. യേശുവിനെ നസ്രായൻ എന്ന് ആദ്യമായി വിളിക്കുന്നത് ആര്? അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് ആര്? പിസ്ഗ ചെരിവുകൾ അവകാശമായി കിട്ടിയത് ഏത് ഗോത്രത്തിനാണ്?
റാപ്പിഡ് ഫയർ റൗണ്ടിൽ ടീം 3 5 ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങളാണ് ശരിയുത്തരം നൽകിയിരിക്കുന്നത്. ടീം 3ക്ക് 300 പോയിന്റ്സ് ആണ് ലഭിക്കുന്നത്. വീണ്ടും സ്കോർ നില സെയിം ആണ്. ചോദ്യം ആദ്യം ടീം നമ്പർ 3യോടാണ്. എവിടെ പോയി മടങ്ങുന്ന യാത്രയിലാണ് സെലീനാമ്മ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ അപകടത്തിൽപ്പെട്ടത്? എറണാകുളം. ഉത്തരം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം നമ്പർ 4നോടാണ്. സംയോജന പരിപാടികൾ വിജയകരമായി പൂർത്തിയാക്കാൻ 1964 പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ച ത്രൈമാസിക ഏതാണ്? ഉത്തരം പൂർണ്ണമായും ശരിയാണ്. ടീം 4ന് 100 പോയിന്റ്സ് ലഭിക്കുന്നുണ്ട്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാറ്റഗറി 3യുടെ മത്സര ഫലപ്രഖ്യാപനം ഇപ്പോൾ നടക്കുകയാണ്. കാറ്റഗറി 3ക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനത്തിനായി CMC മേരിമാത വികം ബ്രൗൺഷിൽ സിസ്റ്റർ മെറീനെ സാദരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വാശിയേറിയ മത്സരത്തിന് നാം ദൃക്സാക്ഷികളാവുകയായിരുന്നു. നമ്മളെല്ലാവരും ഞാൻ നോക്കിയപ്പോൾ ഓഡിയൻസൊക്കെ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനൗൺസ് ചെയ്യാണ് റിസൾട്ട്. തേർഡ്, ടീം നമ്പർ 1 ഗിഫ്റ്റ് ഓഫ് വിസ്ഡം 200 points. സെക്കൻഡ്, ടീം നമ്പർ 3 ഗിഫ്റ്റ് ഓഫ് നോളജ് 700 points. ഫസ്റ്റ്, ടീം നമ്പർ 4 ഗിഫ്റ്റ് ഓഫ് piety 800 points. So congratulations to everybody. ഇതിൽ പങ്കെടുത്തവർക്കും എല്ലാ ടീം മെമ്പേഴ്സിനും പ്രത്യേകിച്ച് സമ്മാനത്തിന് അർഹരായ ടീമിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു.